ഈശോയിൽ പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണം പത്രവാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ ക്രൈസ്തവരായ നമ്മളിൽ കുറേ ആളുകളിൽ ചില കമൻറ്റുകൾ, സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തിയ കമൻറ്റുകൾ എന്നെ ഏറെ വിസ്മയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. മറ്റൊന്നും ആയിരുന്നില്ല, അത് മാർ കാക്ക ചത്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു. മാർപ്പാപ്പയോട് ഇത്രയേറെ വിരോധവും വൈരാഗ്യവും ഒക്കെ കാണിച്ചത് കത്തോലിക്ക സഭയിലുള്ളവരാണോ പുറത്തുള്ള ഏതെങ്കിലും സഭകളിലുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. കാസ പോലുള്ള ചില തീവ്ര ചിന്താഗതിയുള്ള സംഘടനകളിലെ അവരുടെ സോഷ്യൽ മീഡിയകളിലും മറ്റും വന്ന ഇതായിരുന്നു. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള മാനവികതയെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു മാർപ്പാപ്പയായത് അദ്ദേഹം അത്രയേറെ സ്നേഹത്തോടെ എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇത്തരം കമൻറ്റുകളും മറ്റുമൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു ഒക്കെ വന്നത് ഏറെ വേദനാജനകമായ കാര്യമാണ്. ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ അതിൻ്റെ ഭരണ ചുമതല വഹിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനി എന്ന ആർച്ച് ബിഷപ്പിനോട് കാണിച്ചിട്ടുള്ള ചില പ്രകടനങ്ങളൊക്കെ, അദ്ദേഹത്തെ കേൾക്കാനറയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുകയും അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് പണവും മറ്റും മോഷ്ടിക്കുകയും ഡ്രൈവറെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും വാർത്തകൾ വന്നു. അത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. മെയ് മാസം 22 ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വിളിച്ചിരുന്ന ഒരു മീറ്റിങ്ങിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ചെന്നിട്ടുണ്ടായിരുന്നു. അതൊരു ചർച്ചയായിരുന്നു. പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനും മാറ്റാനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി വന്നതായിരുന്നു. അതിലൊരു നിർദ്ദേശം ഇതായിരുന്നു: എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലവിലുള്ള കൂരിയ അത് മാറ്റണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ചർച്ചാ വിഷയം അതായിരുന്നു. നിർഭാഗ്യവശാൽ എറണാകുളം അങ്കമാലി അതിരൂപതയെയും സീറോ മലബാർ സഭയെയും ഒക്കെ പിടിച്ചുകുലുക്കിയ ഭൂമി കച്ചവടം, അത് സഭയെ ആകമാനം ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തിയതാണ്. മെത്രാൻ പട്ടം ലഭിച്ചവരാരായാലും, അത് ആർച്ച് ബിഷപ്പോ കർദിനാളോ ആരുമാകട്ടെ, ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായും വിശ്വസനീയമായ രീതിയിലും ചെയ്യാനായിട്ട്, അത് ആത്മീയതയുടെ ആ ഒരു മുദ്രയോടുകൂടി ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന കച്ചവടങ്ങൾ തെറ്റായ വഴികളിലൂടെ കടന്നുപോയപ്പോഴാണ് ദൈവജനം അതിനെതിരെ പ്രതികരിച്ചതും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അതിൽ നിന്ന് ഭീമമായ നഷ്ടമുണ്ടായപ്പോൾ വൈദികരെല്ലാവരും തന്നെ അത് തിരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധത്തിൻ്റെയും മറ്റുമെല്ലാം ഫലമായിട്ട് അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന കർദിനാളിനെ റോം ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തോടൊപ്പം തന്നെ കൂട്ടുപ്രതിയായ വ്യക്തിയെയാണ് കൂരിയയുടെ ചുമതലകളിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. ഒരുതരം രാഷ്ട്രീയ കളികൾ നടത്തുന്നത് പോലെയുള്ള രീതിയിലാണ് കൂരിയ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് വൈദികർ പറഞ്ഞത് നീതിപൂർവം എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള 6 ലക്ഷം ജനങ്ങൾക്ക്, അതിൽ സിനഡ് പറയുന്ന കുർബാനയുടെ പേരിലുള്ള തീവ്രവാദം നടത്തുന്ന കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നീതിപൂർവമായ ഒരു ഭരണം അതിരൂപത ആസ്ഥാനത്ത് നടക്കണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് വൈദികർ ആവശ്യപ്പെട്ടതും. പക്ഷേ അന്നേ ദിവസം ആ അതിരൂപതയുടെ ആസ്ഥാനത്തെ മീറ്റിങ്ങുകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വൈദികർക്ക് നേരെ അസഭ്യവർഷവുമായിട്ട് കുറേയേറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനഡിനെ അനുകൂലിക്കുന്ന ആളുകളാണ്, സിനഡിൻ്റെ ആളുകളാണ്, സഭാസ്നേഹികളാണ് എന്ന് പറയുന്ന 10-35 ആളുകൾ, അവരുടെ കയ്യിൽ പെപ്പർ സ്പ്രേ വരെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നു നിന്നുകൊണ്ട് പുറത്തിറങ്ങി വന്ന വൈദികരെ മോശമായ രീതിയിലുള്ള തെറിയും മറ്റുമൊക്കെ വിളിക്കുന്ന അവസ്ഥ, അത് സഭയിൽ ഉണ്ടാകുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥയുടെ പ്രതിഫലനമായി. സഭയിൽ പല ആശയങ്ങളുണ്ട്, ആരാധനക്രമത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ പരിഹരിക്കേണ്ടത് സിനഡ്
ഇതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇറക്കി വിട്ടുകൊണ്ട് ഒരു അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയിൽ നടക്കേണ്ടത് ആത്മീയമായിട്ടുള്ള ചർച്ചകളിലൂടെ, ദൈവശാസ്ത്രപരമായ വിചിന്തനങ്ങളിലൂടെ, ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിലൂടെയൊക്കെയാണ് ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത്. ജനാഭിമുഖ കുർബാനയെ എറണാകുളം അങ്കമാലി അതിരൂപതയും കത്തോലിക്ക സഭയും സീറോ മലബാർ സഭ ഒഴിച്ച് മറ്റുള്ള എല്ലാ സഭകളും ഏറ്റെടുക്കാൻ കാരണം അത് ക്രിസ്തുവിൻ്റെ പാരമ്പര്യമായതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം ഒരു മേശയുടെ ചുറ്റും തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ചിരുന്നായിരുന്നു. അത്രത്തോളം ലളിതമായിട്ട് ഒരു സ്നേഹവിരുന്ന് നടത്താനായിട്ട് കഴിഞ്ഞ ക്രിസ്തുവിനെ പ്രതി ഇന്ന് കുർബാനയെ എത്രത്തോളം വികലമാക്കുന്നു എന്നുള്ളത് ഏറെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർ ഏതു തരത്തിൽ നടത്തിയാലും ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന വേണം എന്ന് ആവശ്യപ്പെടുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അതിനുള്ള ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അവരെ തെറി പറഞ്ഞും മറ്റും തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളിലൂടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ക്രിസ്തീയമാണെന്ന് ബന്ധപ്പെട്ടവരൊക്കെ ചിന്തിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. സഭയിൽ വളർന്നു വരുന്ന തീവ്രവാദം അതൊരിക്കലും നന്മ ചെയ്യില്ല. 2023 ഒക്ടോബർ 7-നാണെന്ന് തോന്നുന്നു ജൂതന്മാരുടെ ആഘോഷങ്ങളുടെ ഇടയിലേക്ക് ഹമാസിൻ്റെ തീവ്രവാദികൾ ചെന്ന് ഹീനമായ കൂട്ടക്കൊല നടത്തിയത്. അന്ന് കുറേയേറെ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തു, ചിലരെങ്കിലും അതിനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞു, ഇസ്രായേലിന് നല്ല അടി കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ കരയുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഹീനമായ രീതിയിൽ തിരിച്ച് അവരും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇത് രണ്ടും കാണിക്കുന്നത് തീവ്രവാദം ഏതു തരത്തിലാണെങ്കിലും തീവ്രവാദം വരുമ്പോൾ അത് ഒരുപാട് സാധാരണക്കാരുടെ ജീവനെ നശിപ്പിക്കും, അവരുടെ സമാധാന സ്വസ്ഥതയെ നശിപ്പിക്കും. ഏതാണ്ട് ഇതുപോലെയുള്ള ഹമാസിൻ്റെ തീവ്രവാദത്തിൻ്റെ തുല്യമായ തീവ്രവാദ ശൈലികളാണ് സീറോ മലബാർ സഭയിലും കേരള കത്തോലിക്ക സഭയിലുമൊക്കെ ചിലർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ധമായ മുസ്ലിം വിരോധത്തിൻ്റെ പേരിലാണ് മാർപ്പാപ്പ അവരെയും ചേർത്തു പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പയെ അവഹേളിച്ചത്. ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ പാരമ്പര്യമാണ്, ഞങ്ങൾക്ക് ആവശ്യമാണത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇത്രയേറെ അവഹേളിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ നികത്തണമെന്നുള്ള റോം നൽകിയ നിർദ്ദേശത്തെ ഇതുവരെ ആരും പാലിച്ചിട്ടില്ല. അത് മാർപ്പാപ്പയെ അനുസരണക്കേടായി മാറിയിട്ടില്ല ഇതുവരെയും. പക്ഷേ മാർപ്പാപ്പ പറഞ്ഞെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ, ഒരിക്കലും മാർപ്പാപ്പന്മാർ വീഡിയോയിലൂടെയല്ല കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നത്. മാർപ്പാപ്പ തന്നെ ജനാഭിമുഖ കുർബാന അർപ്പിക്കുമ്പോൾ ആ മാർപ്പാപ്പ എങ്ങനെയാണ് നിങ്ങൾ തിരിഞ്ഞൊന്ന് കുർബാന അർപ്പിക്കണമെന്ന് പറയാൻ പറ്റുന്നത്? അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, കാരണം ജനാഭിമുഖ കുർബാനയാണ് ക്രിസ്തുവിൻ്റെ പാരമ്പര്യം. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മാർപ്പാപ്പയെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചെന്ന് പറയുന്നത് അത് വിശ്വസിക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ സഭയിൽ നീതിപൂർവമായ രീതിയിൽ എല്ലാവരെയും പരിഗണിക്കാനായിട്ട് പറ്റുന്ന ഒരു മനസ്ഥിതിയിലേക്ക് സഭാ നേതൃത്വം വളർന്നില്ലെങ്കിൽ ഒരുപാട് പേര് ഇതുപോലെ തീവ്രവാദത്തിലേക്ക് മാറും. അതിന് ഉത്തരവാദികൾ പാവപ്പെട്ട വൈദികരോ എറണാകുളം അതിരൂപതയോ ആയിരിക്കില്ല, ആ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടവർ തന്നെയായിരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ 60 വർഷമായിട്ട് ജനാഭിമുഖമായിട്ടുള്ള കുർബാന അർപ്പണമാണ് നടക്കുന്നത്. അതൊരു തെറ്റായ കാര്യമല്ല, കാരണം ക്രിസ്തുവിൻ്റെ പാരമ്പര്യമായതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിലും മറ്റുമെല്ലാം അതിനെ ഏറ്റെടുത്തത്. വത്തിക്കാൻ കൗൺസിലിന് ശേഷം ലോകമെമ്പാടും ആ ഒരു മൂവ്മെൻറ്റ് നടക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരു വളർച്ച ആവശ്യമുണ്ട് സഭയിൽ. ജനങ്ങളെ ഒരു മേശയുടെ ചുറ്റും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പുരോഹിതരും ജനങ്ങളും ഒക്കെ ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹബലി. കത്തോലിക്ക സഭയുടെ കാറ്റഗിസത്തിൽ ദൈവം സർവ്വവ്യാപിയാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ദിക്കിൽ ഇരിക്കുന്നയാളല്ല ദൈവം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവമായ ചിന്തയിലേക്ക് സഭ വളരേണ്ടതുണ്ട്. ക്രിസ്തീയമായ ശൈലികൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. തീവ്രവാദത്തിൻ്റെ ശൈലികൾ സഭയിലെ മക്കൾക്ക് ചേർന്നതല്ല. നമുക്ക് കത്തോലിക്ക സഭയിൽ കേരളത്തിൽ പുതിയ ഹമാസ് ഒന്നും രൂപീകരിക്കേണ്ട. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് സഭയെ നശിപ്പിക്കുന്ന കാര്യമായി മാറും. ഈ നാട് പരസ്പര സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ ഊഷ്മളമായ മതാന്തര ബന്ധങ്ങളുടെ ഇടമാണ്.
അതിനെ അതേപോലെ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെയൊക്കെ ബന്ധത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമം നടക്കേണ്ടതുമുണ്ട്. ജൂൺ 5-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രസ്ബിറ്ററൽ കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അദ്ദേഹത്തിൻ്റെ വികാരിയായി അതിരൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന ജോസഫ് പാംപ്ലാനിയുമെല്ലാം അതിൽ പങ്കെടുത്തുകൊണ്ട് അതിരൂപത നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തുകയും അതിനുചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. ആ മീറ്റിംഗ് നടക്കാതിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ടാകും. ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് മീറ്റിങ്ങിന് വരുന്ന വൈദികരെയും തെറി പറയാനായിട്ടും ചീത്ത വിളിക്കാനും അതിനെ നടത്താതിരിക്കാനും ഒക്കെ ശ്രമിക്കുന്നവരും ഉണ്ടാവും. അതിനെ നിയന്ത്രിക്കേണ്ടത്, അത്തരത്തിലുള്ള പ്രവർത്തന ശൈലികളെയൊക്കെ നിയന്ത്രിക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടായുസങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട്. മറിച്ച് ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തുന്ന വിശുദ്ധ കുർബാനയൊക്കെ അത് ഏറ്റവും ഭക്തിപൂർവ്വം നടത്തപ്പെടേണ്ടതിനും അതിന് ജനങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആ പാരമ്പര്യം തുടരാനായിട്ടുള്ള അവകാശം അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതുമൊക്കെ സഭയുടെ നേതൃത്വത്തിലുള്ളവരാണ്. അതല്ലാതെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അതിന് എല്ലാവരും പരിശ്രമിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. സഭയെ നമുക്ക് തീവ്രവാദത്തിൻ്റെ ഇടമാക്കി മാറ്റരുത്. അതിനെ കുറച്ചുകൂടി സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഒക്കെ ഇടവാക്കി മാറ്റാനായിട്ട് ഒരു പരിശ്രമം ബോധപൂർവം സഭയുടെ സിനഡിൻ്റെ ഭാഗത്തുനിന്നും മെത്രാന്മാരുടെ ഭാഗത്തുനിന്നും മറ്റ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. തീവ്രവാദ ശക്തികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലി നമുക്ക് കരണീയമല്ല.